കോഴിണ്ടല്ലേ? 500 കോഴികളുണ്ട്. ഉണ്ടാവും. ഇത് കൊടുത്ത ലാഭങ്ങള് കാര്യങ്ങൾ ലാഭമൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ? പിന്നെ കോഴിക്കളെ ഞാൻ വിൽക്കുമ്പോ എന്താ ചെയ്യാന്നറിയോ? വന്നവരോട് പറയും ഇങ്ങക്ക് ഇഷ്ടമുള്ളത് പിടിക്കാം, തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കൂല. അത് എല്ലാരോടും പറഞ്ഞു വർത്താനം. തിരിച്ചു കൊണ്ടല്ലില്ല, പോയാ പോയി കയ്യിൽ നിന്ന് വിട്ടാ വിട്ടു. അതിന് അവർക്ക് ഏതാ വേണ്ടിച്ച് മണിക്കൂർ കണക്കിന് നിന്ന് നോക്കിയിട്ട് അവര് പിടിച്ചോട്ടെ. അതാണ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ബാക്കി നമുക്ക് ഇങ്ങനെ ഫാമൊക്കെ ഒന്ന് കാണാം. പുതിയ ടൈമുകളൊന്നും വേസ്റ്റ് ആക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ മറിയാത്ത ഫാമൊക്കെ കാണിച്ചു കൊടുത്തൂടെ? നിങ്ങൾക്ക് ആട് പോത്ത് എല്ലാം ഉണ്ട്. കർഷകനാട്ടോ, അതാണ് കുപ്പായക്കെടാതെ. പിന്നെ കണ്ടില്ലേ, ഒരു വാഴ കൃഷിയും കൂടെ നടത്തുന്നുണ്ട്. നമ്മളെ കാക്കേട്ടതാ, ഒരു ചെറിയൊരു കർഷകനാണ്. എന്തായാലും ഒരു ദിവസം 5000, 4000, 5000, 4000, 10000 വരെ നമ്മൾ ഒരു ദിവസം വെക്കുന്നുണ്ട്. അപ്പൊ ലാഭാണെന്ന് പറയണ്ട, കോഴി കച്ചവടം ലാഭാണെന്ന് മറിയന്താത്ത പറയണത്. അപ്പൊ എല്ലാരും പൊള്ളല്ല, എല്ലാരും നോക്കിക്കോളി, നല്ല സുഖാണ്. പൊള്ളു ഞാൻ പറയൂല, പൊള്ളു അറിയാത്ത അങ്ങനെയാണ്. അത് അത്ര പൊള്ളു പറയാത്ത ഒരു നല്ലൊരു ആളാണ് ചുരുക്കി പറഞ്ഞാല്. പറയില്ല, ഉള്ള സത്യം പറഞ്ഞിട്ട് കൊണ്ടായാ മതി. സുഖമില്ലാതായല്ലേ, അപ്പൊ പിന്നെ വലിയ പൈസ ഇറക്കിങ്ങാണ്ട് കൂടുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാം ഉണ്ട്, ഒന്നുമില്ല. ചോദിച്ചവർക്ക് കൊടുക്കണ്ടേ? തിരുവനന്തപുരം, തൃശ്ശൂര്, പാലക്കാട് അവർക്കൊക്കെ കയറ്റി അയക്കണില്ലേ? അപ്പൊ